ഇപ്പൊ മറ്റേ കാക്കനാട് എന്നല്ല കാനഡയിൽ നിന്ന് ഇപ്പൊ വരണുണ്ടല്ലോ. അതെ, അങ്ങനെ ഒരു കോള് വരണുണ്ടല്ലോ. കാക്കനാടൊക്കെ മാറി ഇപ്പൊ കാനഡ. അങ്ങനെ അവിടേക്കും നമ്മളെന്നൊരു ആർട്ടിസ്റ്റ് ജീവനോടെ ഉണ്ട് എന്നറിയാം. അതാണ് സ്വപ്നം. എന്നെ അറിയാത്ത ആൾക്കാരിലോട്ട് എനിക്ക് പോണം. അവരിലേക്ക് നമ്മുടെ ആർട്ടിനെ എത്തിക്കാൻ പറ്റണം, അവരിൽ നിന്ന് പഠിക്കാൻ പറ്റണം. അതുകൊണ്ട് എപ്പോഴും അറിയാത്ത ആൾക്കാരിലോട്ട് എനിക്ക് എത്തണം. ഇന്ന് യൂസ് പോയി അടുത്ത വേറെ സ്ഥലം. അതെ, അടുത്ത വേറെ സ്ഥലം. ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് നമ്മള് കൺക്ലൂഷൻ എത്തുന്നതിന് മുന്നേ നമ്മുടെ ഫാമിലി, നിങ്ങളുടെയൊക്കെ ഫാമിലി വ്ളോഗ്സിലൂടെ ഒക്കെ ഇപ്പൊ ദീപ ചേച്ചിയുടെ ആയാലും കുക്കുച്ചേട്ടന്റെ ആയാലും ബ്രദറിനെ ഇപ്പം കുറെ ഫാൻസ് ഉണ്ട് അല്ലേ? ബ്രദറായിട്ട് എങ്ങനെയാണ്? ഫൈറ്റ് ചെയ്യാറുണ്ടോ? അവന് ഉപദേശിക്കാറുണ്ടോ? എങ്ങനെയാണ് ഫൈറ്റ് ചെയ്യാറുണ്ട്? ഞങ്ങള് ചെറുപ്പത്തിൽ ഭയങ്കര ഫൈറ്റാ. ഞങ്ങൾ ചെറുപ്പത്തിന് സ്നേഹ ഫൈറ്റ് ആണ്. ഞങ്ങൾ ചിലപ്പോ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ മുട്ടല്ലേ അങ്ങനെയൊക്കെ പറയണ ഭയങ്കര പ്രശ്നം കാര്യങ്ങളൊക്കെയാ. പക്ഷെ ഒരു പോയിന്റ് എത്തിയപ്പോ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ഇപ്പൊ മാക്സിമം ചേർത്ത് പിടിക്കുക, ദൂരെ നിന്നിട്ടാണെങ്കിലും അവന്റെ അച്ചീവ്മെന്റിനെ അപ്രിഷിയേറ്റ് ചെയ്യുക, അവൻ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യാ. പക്ഷെ ഏറ്റവും വലിയ സന്തോഷം കേസ്കോഡ് എന്ന് പറയുന്ന എന്റെ ബ്ലഡില് ഇപ്പോഴും അവനുണ്ട്, ഒരു പാർട്ടാണ്. അവൻ അവിടെ ട്രെയിൻ ചെയ്യുന്നുണ്ട്, അവൻ അവിടെ തൃശ്ശൂരിൽ ഒരു ഡാൻസ് സ്കൂള് അവൻ ഒറ്റയ്ക്ക് നോക്കി നടത്തുന്നുണ്ട്. അവന് ഈ ആർട്ട് എന്റെ കൂടെ കൊണ്ടുപോകുന്നുണ്ട്. ആക്ച്വലി അവൻ ഒരു ഡാൻസർ ആയിട്ട് വന്ന ഒരാളല്ല. പകുതിയിൽ വെച്ച് അവൻ അവന്റെ കഴിവിനെ പ്രാക്ടീസ് ചെയ്തെടുത്ത് മോൾഡ് ചെയ്തെടുത്ത് ഇപ്പൊ ഒരു പൊസിഷനിൽ വന്ന ഒരാളാണ്.